തിരുവനന്തപുരം PMGയിൽ TVS ഷോറൂമിൽ തീപിടുത്തമുണ്ടായി. തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഫയർഫോഴ്സ് സ്ഥലത്തുണ്ട്. ഇന്ന് വെളുപ്പിന് 4 മണിയോടുകൂടിയാണ് ഈ തീ പടർന്നായുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അതിനെ തുടർന്ന് വലിയ തോതിലുള്ള തീ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുകയാണ്. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. വാഹന ഷോറൂമിലുണ്ടായി തീപിടുത്തം, അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുന്നുണ്ട്? തൊട്ടടുത്തടുത്ത് മറ്റ് കെട്ടിടങ്ങളുള്ള പരിസരം കൂടിയാണല്ലോ പ്രതീഷ്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഏത് തരത്തിലാണ് ഈ ഒരു തീപിടുത്തത്തിലേക്ക് നയിച്ചതിന്റെ സാഹചര്യം എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തമല്ല. നിലവിൽ ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം തുടരുകയാണ്. ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം തീ നിയന്ത്രണ വിധേയമാണ് എന്നതാണ്. പക്ഷേ ഈ ഷോറൂമിന്റെ മുകളിലത്തെ നിലയിലാണ് തീ ആദ്യം കണ്ടത്. അതുകൊണ്ട് തന്നെ അത് താഴേക്കൊക്കെ തന്നെ ഈ തീ പടർന്നിട്ടുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. ഈ TVSന്റെ ഷോറൂമാണ്. നിരവധി ഈ വാഹനങ്ങൾ താഴെ ഭാഗത്ത് ഉൾപ്പെടെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ ഈ ഫയർഫോഴ്സ് അകത്തുൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് തീ പടർന്നു എന്നതാണ് ഫയർഫോഴ്സ് പരിശോധിക്കുന്നത്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ അറിയിക്കുന്ന കാര്യം. പക്ഷേ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയെങ്കിൽ മാത്രമേ ഒരു അപകട സാഹചര്യം ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ അവിടെ സ്ഥലത്ത് താഴെ സെക്യൂരിറ്റി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ ആളുകളാണ് ആദ്യം ഈ തീപിടുത്തം അല്ലെങ്കിൽ തീ പടരുന്ന കാഴ്ച കണ്ടത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഈ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നെത്തിയ ഫയർഫോഴ്സ് ആണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ തീ ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഈ മുകളിലത്തെ നേരത്തെ ആദ്യഘട്ടത്തിൽ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു അവസ്ഥ നിലവിലില്ല എന്നതാണ് നമുക്ക് ആശ്വാസകരമായ കാര്യം. പക്ഷേ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ പൂർണ്ണമായും ഒരു അപകട സാഹചര്യം ഒഴിവായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണമായി പ്രാഥമികമായി പറയുന്നത്. പക്ഷേ അക്കാര്യം സ്ഥിരീകരിക്കാൻ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. പക്ഷേ ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി എല്ലാ വശങ്ങളും പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു അന്വേഷണം ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ആശ്വാസകരമായ കാര്യം ആ സമയത്ത് അവിടെ മറ്റാളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രാത്രി സമയമായിരുന്നു. താഴെ ഈ സുരക്ഷാ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ കെട്ടിടത്തിന് ഉള്ളിൽ തന്നെ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. മറ്റ് പരിശോധനകളും ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. സ്മിത. പ്രതീഷ്, ഈ സാധാരണഗതിയിൽ ഇതുപോലെയുള്ള വാഹന ഷോറൂമുകളിൽ TVSന്റെ ഷോറൂമുകളിലൊക്കെ പലപ്പോഴും അകത്തൊക്കെ തന്നെ ജീവനക്കാരുണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ അവിടെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ സുരക്ഷാ ജീവനക്കാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം എത്തുന്നുണ്ടോ? സ്മിത, തീർച്ചയായും. കാരണം ഈ ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ രാത്രി ഈ കെട്ടിടത്തിനുള്ളിൽ ആളുകൾ കാണാറില്ല എന്നതാണ് ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെ പറയുന്നത്. അവർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അത്തരത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ തൊട്ട സമീപത്തൊക്കെ തന്നെ മറ്റ് കെട്ടിടങ്ങളുണ്ട്. ആ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിനോട് ചേർന്ന് തന്നെ മറ്റ് കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തീ അങ്ങോട്ടേക്ക് പോകാതിരിക്കാനുള്ള പ്രാഥമിക നടപടികളാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഇപ്പോൾ തീ നിയന്ത്രണ വിധേയം ആയിട്ടുണ്ട്. പക്ഷേ ഏത് തരത്തിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് എന്ന് പരിശോധിക്കണം. അതുൾപ്പെടെ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് പരിശോധന നടക്കും. പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ട് ആകാം ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണമെന്ന നിഗമനത്തിൽ തന്നെയാണ് ഫയർഫോഴ്സ് എത്തിയിരിക്കുന്നത്. ഈ അവിടെ ആ ഒരു സമീപത്തുണ്ടായിരുന്ന മറ്റ് കെട്ടിടങ്ങളിൽ ആളുകളുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ ഫയർഫോഴ്സ് പരിശോധിച്ചിരുന്നു. അങ്ങനെ ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. സ്മിത. പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വെളുപ്പിന് പുലർച്ചെ 4 മണിയോടെയാണ് ഈ കെട്ടിടത്തിന് തീപിടിച്ചതായി സെക്യൂരിറ്റി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അത് ഫലപ്രദമായി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത്.